ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേര് കമൻറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആട്ടോ. നോയ്സ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ, കാരണം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ നോർമലായിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ കാക്കയും അങ്ങനെ കുറേ സൗണ്ട് കേൾക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്യാം. കുറേ വണ്ടീൻ്റെ സൗണ്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ കുറേ കമൻറ്റ്സ് വന്നപ്പോൾ ഞാൻ കരുതി കുറേ പേർക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് DLED കോഴ്സ്, അതുപോലെ തന്നെ എത്ര ഇയർ ആണ് അത് ഉള്ളത്, അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എത്ര പെർസെൻറ്റേജ് കിട്ടിയാലാണ് അതിന് അഡ്മിഷൻ കിട്ടുക, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് ഞാൻ DLEDൻ്റെ ഓരോ വ്ളോഗ് ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങൾ കോളേജിലുള്ള ടൈമിലുള്ള വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇവിടെ അഡ്മിഷൻ കിട്ടിയത്, ഏത് കോളേജിലാണ് പഠിക്കുന്നത്, എത്ര പെർസെൻറ്റേജ്, മെയിനായിട്ട് ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി ഇത് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും ആൾക്കാർക്ക്, ഇങ്ങനെ പണിക്ക് അഡ്മിഷനൊക്കെ വരാനായല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, DLED എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ ആണ്. ആദ്യം ഇതിൻ്റെ പേര് TTC എന്നായിരുന്നു. കുറേ പേർക്കും അതായിരിക്കും അറിയാം TTC എന്ന് പറഞ്ഞിട്ട്. TTC ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ്. ടീച്ചേഴ്സ് ആവാൻ വേണ്ടി ട്രെയിൻ ചെയ്യിക്കുക. അപ്പം അതിന് താല്പര്യമുള്ളവർ ചേർന്നാൽ മതി. അതിന് തന്നെ പറയാം, നല്ല പണി ഉണ്ടാവും. എഴുതാനാണെങ്കിലും കുറേ ചാർട്ട് വർക്കും പിന്നെ ക്രിയേറ്റീവായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിലൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നല്ലൊരു ചോയ്സ് തന്നെയാണ്. അതുപോലെ തന്നെ ടീച്ചിങ്ങിന് താല്പര്യമുള്ളവർ ആണല്ലോ ഇതിൽ ചേരുക. അപ്പോൾ അതിനൊക്കെ താല്പര്യമുണ്ട്. കുട്ടികളൊക്കെ ആയിട്ടൊക്കെ മിങ്കിൾ ചെയ്യാനും അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർക്ക് നല്ലൊരു കോഴ്സ് തന്നെയാണ്. അപ്പോൾ അതിന് തന്നെ പറയുകയാണെങ്കിൽ, ഞാൻ ഈ കോഴ്സിന് വന്നത് ഞാൻ പറയാം, എനിക്ക് എന്താവണം, ഭാവി എന്താണെന്നൊന്നും എനിക്കൊരു ഐഡിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞാണ്, അമ്മ ടീച്ചറാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, ഈ കോഴ്സിന് പോയിക്കോ, എനിക്ക് പഠിക്കാൻ അധികം താല്പര്യമില്ല, മീൻസ് കുറേ പഠിക്കുന്ന അങ്ങനെ താല്പര്യമില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് എഴുതും. അമ്മ പഠിക്കാൻ പറഞ്ഞ ടൈമിലൊക്കെ ഞാൻ എന്തെങ്കിലും ഇരുന്ന് ഇങ്ങനെ എഴുതും, പഠിക്കാന്നുള്ള പോലെ കാണിച്ചിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞ്, ഈ ഫുള്ള് എഴുത്തല്ലേ, എനിക്ക് എഴുതാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവിടെ ഓക്കെ, ഇവിടെ കുറേ എഴുതാനുണ്ടാവുക. അതും അമ്മ എന്ന് പറഞ്ഞാൽ സീനിയേഴ്സിൻ്റെ അടുത്തൊക്കെ നോക്കി എഴുതാനൊക്കെ ഉണ്ടാകും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിട്ടേ, അതല്ല എന്നുള്ള വേറെ കാര്യം. അപ്പം ഞാൻ വിചാരിച്ചു കുറേ എഴുതാം, അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ പോവാന്നുള്ളതായിരിക്കും എന്നൊക്കെ വിചാരിച്ച് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എഴുതി മരിച്ചു എന്നറിയാം. അത്രയും എഴുതാനുണ്ടാവും നമുക്ക്. ഓരോ സെമ്മിലും നമുക്ക് ഓരോ നോട്ടായിട്ടും അതിൻ്റെ ഓരോ അസൈൻമെൻറ്റും പ്രൊജക്റ്റും സെമിനാറും നമ്മൾ എടുത്തിട്ട് മരിക്കും. പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും എന്തും പറയാന്നുള്ള ആ ഒരു ധൈര്യമൊക്കെ നമുക്ക് വരും. അത് നല്ലൊരു ഇത് തന്നെയാണ്. സ്റ്റേജ് ഫിയർ ഒക്കെ മാറി കിട്ടും. നമുക്ക് എവിടെ പോയിട്ട് എന്തും പ്രസംഗിക്കാനായിട്ടും ഒക്കെ നമുക്ക് കഴിയും. കാരണം നമ്മൾ അത്രയും സെമിനാർ എടുത്തെടുത്ത് ഒരു ഇതായിട്ടുണ്ടാവും. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇന്റേൺഷിപ്പൊക്കെ ആയിട്ട് സ്കൂളിലേക്കൊക്കെ നമ്മൾ 45 ദിവസം പോകും. അപ്പോൾ LP പോയപ്പോഴും അതുപോലെ തന്നെ UP 45 ദിവസം, അങ്ങനെ 45-90 ദിവസം പോയപ്പം അതിൽ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം കുട്ടികളായിട്ട് നല്ല രസമുള്ള പരിപാടിയാണ്. കുട്ടികൾ ഇഷ്ടപ്പെടുന്നവരും അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ എനിക്ക് പിന്നെ താല്പര്യം വന്നു തുടങ്ങിയത് അങ്ങനെയാണ്. പിന്നെ പറഞ്ഞല്ലോ, എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു, കുറേ എഴുതാനുണ്ടാവും. അതൊക്കെ പിന്നെ അപ്പം തന്നെ ചെയ്തു പോവാണെങ്കിൽ വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല. പിന്നത്തേക്ക് വെക്കുമ്പോഴാണ് അതിന് കുറേ പണിയൊക്കെ ആയിട്ട് വരിക. അപ്പോൾ അന്നും തന്നെ ചെയ്തു പോവാണെങ്കിൽ, ഞാൻ അങ്ങനെ ചെയ്തു പോയിട്ടില്ല. എന്നാലും ഞങ്ങൾ പറയുന്ന ഡേറ്റിലേക്ക് ഞങ്ങൾ ടീമൊക്കെ ചെയ്യുമായിരുന്നു, അവസാനത്തേക്ക് വെക്കാതെ. അപ്പോൾ ആ ഒരു ഡേറ്റെങ്കിലും ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ബാക്കി പെൻഡിങ് വെച്ചവരൊക്കെ ഇരുന്ന് എഴുതുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഫുള്ള് ഫ്രീ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ വലിയ പണിയൊന്നും ഇല്ലാതെ ചെയ്ത് എടുക്കാൻ പറ്റുമായിരുന്നു. മാത്രം വലിയ ഇതൊന്നുമില്ല, പെൻഡിങ്ങിൽ വെക്കുകയാണെങ്കിൽ അതിന് വലിയ പണിയായിരിക്കും. ഇനി നിങ്ങളെ ക്വസ്റ്റ്യൻസിലേക്കൊക്കെ വരാം. ഞാൻ എവിടെയാണ് പഠിക്കുന്നത്? ഞാൻ പഠിക്കുന്നത് ദേവകിയമ്മ മെമ്മോറിയൽ ITE ചേലേമ്പ്ര. അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് ലോങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ അടുത്തൊരു വീട്ടിൽ പെയിൻ ഗസ്റ്റ് ആയിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിന്ന് പഠിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ റൂംമേറ്റ്സ് ആയിട്ട് നമുക്ക് കുറേ മെമ്മറീസ് നമുക്കുണ്ട്. ഞാൻ അന്നേ യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടതായിരുന്നു. കുറേ നല്ല മെമ്മറീസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒപ്പം എല്ലാവരും കൂടി ഇങ്ങനെ എഴുതി വായിച്ച് പോകുന്ന ടൈമിൽ അത്ര ഒരു സ്ട്രെസ് ഞങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. കുറേ ആൾക്കാർ ഈ ഒരു കോഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ പണിയാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞാലും ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയി. പഠിക്കേണ്ട കാര്യം അപ്പോൾ പഠിച്ചു പോയി. അങ്ങനെ അതുകൊണ്ട് വലിയൊരു പണിയില്ലാതെ ഞങ്ങൾക്ക് നല്ല എൻജോയ് തന്നെയാണ് ഞങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതെന്ന് പറയാം. ഒരു ചീവീടിൻ്റെ സൗണ്ട് കേൾക്കാണ്ടല്ലേ, പോട്ടെ. പിന്നെ എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, +2 എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു എനിക്ക്. അതിനിവിടെ പ്രസക്തി ഇല്ല. ഞാൻ മാനേജ്മെൻറ്റ് കോട്ടയിൽ കയറിയതാണ്, പൈസ കൊടുത്ത് കയറിയതാണ്. മാർക്കില്ലായിരുന്നു. +1 നല്ലോണം ഉഴപ്പിയതിനെ കൊണ്ട് തന്നെ എനിക്ക് എവിടെയും അഡ്മിഷൻ മെറിറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിവിടെ പൈസ കൊടുത്ത് കയറിയതാണ്. അപ്പം ഞാനിവിടെ അത്യാവശ്യം പൈസ പോയി, ഒരു 1.5-2 ലക്ഷം കൊടുത്ത്
ഇവിടെ പൈസ കൊടുത്ത് ചേരാണെങ്കിൽ അത്രയ്ക്ക് വരും, അങ്ങനെ ചേർന്ന്. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ പോലെ കേട്ടോ, അതിനനുസരിച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും, ഓരോ സ്ഥലത്തിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവും. ഇവിടെ എനിക്ക് അത്രയൊക്കെ വേണ്ടി വന്നു. +2 ഞാൻ നല്ലപോലെ ഉഴപ്പിന്നല്ലേ, പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു ഈ TTC ഉണ്ടല്ലോ, ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് TTC പാസ്സായാൽ മാത്രം പോരാ, എന്താ കേട്ടിട്ട് പറഞ്ഞിട്ടുള്ള എക്സാമും കൂടി നമ്മൾ പാസ്സാവണം. അപ്പോൾ എനിക്കൊരിതുണ്ടായിരുന്നു, അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഞാൻ വാങ്ങും എന്നുള്ളത്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ കിട്ടിയല്ലോ. അപ്പോൾ എന്താ എനിക്ക് കേട്ടിട്ട് കിട്ടി, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കേട്ടിട്ട് കിട്ടി. ഇനിയിപ്പോൾ അതിൻ്റെ ഭാഗത്തേക്കൊന്നും പോകണ്ടല്ലോ. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കേട്ടിട്ടൊക്കെ വാങ്ങാൻ നോക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നോക്കണ്ട, നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെയും എടുത്ത് പഠിച്ച കാര്യങ്ങൾ തന്നെ പഠിക്കേണ്ടി വരും. കോഴ്സ് കഴിഞ്ഞിട്ട് പണിയാം. ഞാൻ പൈസ കൊടുത്ത് ചേർന്നതാണ്. പക്ഷെ മെറിറ്റിൽ കിട്ടാൻ എത്ര വേണമെന്നുള്ളതിനും നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞാൽ, മെറിറ്റിലാണെങ്കിൽ ജനറൽ കാറ്റഗറീസിനാണെങ്കിൽ 92% എൻ്റെ എബോവ് വേണം. 92% എബോവ് വേണം. പിന്നെ OBC കാറ്റഗറീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 89 ആൻഡ് എബോവിനൊക്കെ അഡ്മിഷൻ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നത്. ഇനിയിപ്പോൾ ഡിഗ്രിയും +2 ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ വന്ന് ചേരണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പിന്നെ പൈസ കൊടുത്തൊക്കെ ചേരുന്ന പോലെ. പിന്നെ മെയിൻ ക്വസ്റ്റ്യൻ ആണ് TTC ഈ DLED നിർത്തലാക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ പഠിക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു റൂമർ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യാവസ്ഥ എന്താ വെച്ചാൽ, ഇത് ഞാൻ ടീച്ചേഴ്സിനോടൊക്കെ അന്വേഷിച്ചതിന് ശേഷം പറയുന്ന കേട്ടോ, ഞാൻ വെറുതെ പറയുന്നതല്ല. 2030 അല്ലെങ്കിൽ 2028-29 ആ ഒരു കാലമൊക്കെ ആകുമ്പോഴേക്കും TTC ഒഴിവാക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവും. അതായത് ഡിഗ്രീൻ്റെ കൂടെ തന്നെ അങ്ങനെ എന്തോ പരിപാടിയാണ്. അതായത് TTC നിർത്തലാക്കുക അങ്ങനെയല്ല, ഒരു 2029-30 ഒക്കെ ആകുമ്പോഴേക്കൊക്കെ ഈ DLED എന്നുള്ള കോഴ്സിനുള്ളൊരു അവസാനം ഉണ്ടാവും. അതുവരെ നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ 2029-30 ഒക്കെ ആകുമ്പോഴേക്ക് TTC അല്ലെങ്കിൽ DLED ഒഴിവാക്കും എന്നൊക്കെയാണ് കേൾക്കുന്നത്. എളുപ്പം ഒന്നും അതിനുള്ള ചാൻസ് ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എത്ര സെം ഉണ്ട്, അതുപോലെ തന്നെ എന്താ ഫീസ് കാര്യങ്ങളൊക്കെ. അത് എന്താ പറയുക, ഗവൺമെൻറ്റിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പൈസ കൊടുത്ത് ചേർന്നാലും അത് തന്നെയാണ് ഇവിടെ കൊടുക്കുക. അത് ഇയർ ബേസിലാണ് കൊടുക്കുക, സെമ്മായിട്ടൊന്നുമല്ല. 4 സെം ഉണ്ട്, പക്ഷേ 2 ഇയറിലായിട്ട് വന്നിട്ട് ഓരോ ഇയറാണ് നമ്മൾ കൊടുക്കുക. ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെയോ ID കാർഡ് അങ്ങനത്തെ സംഭവങ്ങളും അങ്ങനത്തെ ആയിട്ട് 32 സംതിങ്ങും, സെക്കൻഡ് ഇയറിൽ 30,000 സംതിങ്ങും, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഞങ്ങളോട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 30,000 ആ ഒരു റേഞ്ചിലായിരിക്കും ഫീസ് വരിക. പിന്നെ ഞാൻ ചെയ്ത കുറേ വീഡിയോസൊക്കെ ഉണ്ട്, ഞങ്ങൾ എക്സാമിന് പോകുന്നത്, അതുപോലെ തന്നെ ക്ലാസ്സിൽ നിന്ന് എഴുതുന്നതും അങ്ങനെ ആയിട്ടുള്ളതൊക്കെ. അതൊക്കെ അതിൽ കുറേയൊക്കെ ഫണ്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യേണ്ട, അത്രയും കഷ്ടപ്പാട് ഞങ്ങളൊന്നും പഠിച്ചില്ല അങ്ങനെ ആ ഒരു മൈൻഡില്ല. എന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ പഠിക്കാൻ പോകണം, അങ്ങനെ കുറേ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വെറുതെ ഫണ്ടിന് വേണ്ടി ചെയ്യുന്നതാണ്, അല്ലാതെ കാര്യമായിട്ട് പഠിക്കാതെ പോകാൻ അങ്ങനെയുള്ള സംഭവം ഒന്നുമല്ല. പഠിക്കണം, പഠിക്കണം, പഠിച്ചാലേ ജോലി കിട്ടും. ഞങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്. അപ്പോൾ DLED കോഴ്സിനെ പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ തോന്നുന്നു. ഇനി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടാം, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇത്രയൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു DLED കോഴ്സിനെ പറ്റി. ഞാനതിൽ എന്തൊക്കെയോ പറയാൻ വിട്ടുപോയത് അല്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഇനിയും ഉണ്ടെങ്കിൽ അതും ചോദിക്കാൻ ഞാൻ അന്വേഷിച്ചിട്ടോ ഒക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ DLED കോഴ്സിന് ചേരാൻ നിൽക്കുന്നവരോ അങ്ങനെ ഏതെങ്കിലും ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാം, യൂസ്ഫുൾ ആയിട്ട്.